അടിക്കടിയുള്ള ഇന്ധനവില വർധനവും കെഎസ്ആർടിസി ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രയും മൂലം നഷ്ടത്തിലായ സ്വകാര്യ ബസ് സർവീസുകൾ നടത്തിയ പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണം. അടിക്കടിയുള്ള ഇന്ധനവില വർധനവും കെഎസ്ആർടിസി ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രയും മൂലം നഷ്ടത്തിലായ സ്വകാര്യ ബസ് സർവീസുകൾ ബുധനാഴ്ച പണിമുടക്കി. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ജില്ലയിലുടനീളം പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. സൗജന്യ യാത്രാ പദ്ധതി സ്വകാര്യ ബസ്സുകളിലും അനുവദിക്കുക, വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് കൂട്ടുക, ഇന്ധനത്തിന് സബ്സിഡി ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത്. ജില്ലയിലെ 450ഓളം സ്വകാര്യ ബസ്സുകളാണ് സമരത്തിൽ പങ്കെടുത്തത്. കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര വന്നതോടെ സ്വകാര്യ ബസ്സുകളിലെ യാത്രക്കാരുടെ എണ്ണം 60% കുറഞ്ഞു. കോവിഡ് കാലത്തിന് മുൻപ് ഒരു ദിവസം ബസ്സിലെ ശരാശരി യാത്രക്കാരുടെ എണ്ണം 1500 ആയിരുന്നു. ഇതിനുശേഷം 800-900 പേരായി കുറഞ്ഞു. പ്രിയദർശിനി പദ്ധതി വന്നതോടെ 600ലേക്ക് ചുരുങ്ങിയതായാണ് ബസ് ഉടമകൾ പറയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ തൊഴിലാളികളുടെ കൂലി, ഇന്ധന ചെലവ്, അറ്റകുറ്റപ്പണി, നികുതി അടക്കമുള്ള ചെലവുകൾ ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണെന്ന് ഉടമകൾ പറയുന്നു. സ്വകാര്യ ബസ്സുകളിലെ 60% യാത്രക്കാരും സ്ത്രീകളാണ്. അതിൽ 60 വയസ്സിന് മുകളിലുള്ളവരാണ് കൂടുതലും. കോവിഡ് കാലത്തിന് ശേഷം യുവാക്കൾ പലരും ഇരുചക്ര, 4 ചക്ര വാഹനങ്ങൾ ഉപയോഗിച്ചാണ് യാത്ര ചെയ്യുന്നത്. സൗജന്യ യാത്ര അനുവദിച്ചപ്പോൾ സ്വാഭാവികമായും സ്ത്രീകൾ കെഎസ്ആർടിസിയെ ആശ്രയിക്കാൻ തുടങ്ങിയെന്നും സ്ത്രീകൾക്ക് സൗജന്യം ലഭിക്കുമെന്നതിനാൽ കുടുംബമായി പോകുന്ന പുരുഷന്മാരും പ്രിയദർശിനിയെ ആശ്രയിച്ചു തുടങ്ങി. ഇതോടെ സ്വകാര്യ ബസ്സുകളുടെ നിലനിൽപ്പ് പ്രതിസന്ധിയിലായി. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സ്വകാര്യ ബസ് ഉടമകൾ പണിമുടക്കിയത്. സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ച് യാത്രാ സൗകര്യം കണ്ടിരുന്ന പ്രദേശങ്ങളിലെല്ലാം പണിമുടക്കോടെ യാത്രക്കാർ ഏറെ വലഞ്ഞു.